അസ്സലാമലൈക്കും. ഇതെല്ലാം കൂടി വെച്ചിട്ടേ നമുക്കൊരു അടിപൊളി ഐറ്റം ഒന്ന് ഉണ്ടാക്കി വരട്ടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിലങ്കടല, അതുപോലെ പൊട്ടുകടല, പഞ്ചസാര, കറിവേപ്പിൻ്റെ ഇല, പിന്നെ അവിൽ, ഇത് നമ്മൾ കൊപ്പരയാണ് കേട്ടോ. ഇത് കൊപ്പരയാണ് ഇതിലേക്ക് ആവശ്യം. പക്ഷേ ഇത് തേങ്ങയാണ്, വെള്ളം വറ്റിയ തേങ്ങയാണ്. കൊപ്പര ഇട്ടായിട്ടില്ല അവസ്ഥയുള്ളൊരു തേങ്ങയാണ്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം. അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കണം. അതൊക്കെ ചൂടായി വന്നതിന് ശേഷം ഒരു 2 തണ്ട് കറിവേപ്പില കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വന്നിക്കണം. ഇനി ഇതൊന്ന് കോരിയെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ആ എണ്ണയൊക്കെ തന്നെ തേങ്ങ കേട്ടോ, നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ച തേങ്ങാക്കൊത്ത് ഇനി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ഞാൻ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഒന്നാകെ ഒരു ട്രിപ്പിന് തന്നെ ഇടുമ്പോൾ ഒന്നാകെ കറക്റ്റ് അളവിലൊന്നും അങ്ങോട്ട് മൂത്ത് കിട്ടില്ല, അല്ലേ പാകം പാടിക്കും. അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ ഇത് ആയി കിട്ടേണ്ടത്. ഇതാണ് ഇതിൻ്റെ മൂപ്പ്. കൊപ്പരയാണെങ്കിൽ ഇതിനേക്കാൾ വേഗമായി കിട്ടും കേട്ടോ. അത് നമുക്ക് കൊപ്പര അങ്ങോട്ട് ആയിട്ടില്ല, എന്നാൽ വെള്ളം വറ്റിയൊരു തേങ്ങയാണ്. അപ്പോൾ അതാണ് ഈ ഇത്രയും കളറായി പൊടിച്ചത്. കൊപ്പരയാണെങ്കിൽ നമുക്ക് ഇത്ര കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല, വേഗം ഒന്നായി കിട്ടും. ഇനി ഇതുപോലെ ബാക്കി തേങ്ങയൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒന്ന് മൂത്ത് വന്നപ്പോൾ അതൊക്കെ ഒന്ന് കോരിയെടുത്തിക്കണം. ഇനി ഇതിലേക്ക് നിലങ്കടലയാണ്. അതൊരു 3 ട്രിപ്പായിട്ടാണ് ഞാനിത് ഒന്ന് പൊരിച്ചെടുക്കണത്. അതും ഓവർ നേരം എണ്ണയിൽ വെച്ച് മൂപ്പിക്കരുത് കേട്ടോ. വേഗം നട കരിഞ്ഞ് പോകും. എന്നാലും അതിൻ്റെ ഒക്കെ ഒരു വേവിൻ്റെ ഒരു സുമാർ കണക്കുണ്ടാവുമല്ലോ. ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് വെക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നിക്കണം. ഇനി അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ആ 3 ട്രിപ്പ് കടല ഞാനൊന്ന് പൊരിച്ചെടുത്തിക്കണം കേട്ടോ. ഇനി അതിലേക്ക് പൊട്ടുകടലയാണ്. പൊട്ടുകടല വേഗം ആയിക്കിട്ടും കേട്ടോ. അതിൻ്റെ പോലെ അത്ര ടൈമൊന്നും വേണ്ട. പൊട്ടുകടല ഇതിലാക്കിയപ്പോൾ ഇതിൻ്റെ വെളിച്ചെണ്ണയുടെ കളറൊന്ന് മാറിയിരിക്കും കേട്ടോ. പൊടി ഉണ്ടാവില്ലേ പൊട്ടുകടല ആകുമ്പോൾ. പിന്നെ ഇങ്ങനത്തെ ഈ കൊട്ടക്കൈ വെച്ചിട്ട് തന്നെ ആക്കണമെങ്കിൽ നമുക്കൊരു എളുപ്പ പണിയാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കോരിയെടുക്കൂലേ. അപ്പോൾ ഈ ഇത് ലാസ്റ്റ് എടുക്കും തോറും ഇങ്ങനെ മൂത്ത് വരും. അപ്പോൾ ഇതിന് കരിഞ്ഞ് ഒന്നിനും പറ്റാത്ത അവസ്ഥയിലാവും കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിക്കണം. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള അവിലാണ് കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കുന്നത്. ഇത് ഞാൻ 1 കിലോ അവിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിൽ ഇതുപോലത്തെ ഒരു മൂപ്പ് നമുക്കിങ്ങനെ പൊടിച്ചാൽ പൊടിയുടെ രൂപം ഉണ്ടാവില്ലേ, ആ ഒരു ടൈം ആയാൽ അവിലൊന്നും ഇങ്ങോട്ട് എടുക്കണം കേട്ടോ. അത്ര ടൈമേ പാടുള്ളൂ. അവിൽ കരിഞ്ഞ് പോകരുത്. തീ കുറവാക്കിയിട്ടും വേണം അടുപ്പത്ത് വെക്കാൻ. ഇനി അതിലേക്ക് പഞ്ചസാര കേട്ടോ. ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. ഇനി ഇത് രണ്ടും പാടിക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി പൊടിച്ച് എടുത്ത് വന്നിരിക്കണം കേട്ടോ. തരി പാടില്ല, നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചോട്ടെ. ഇനി ഈ പഞ്ചസാര ഉണ്ടല്ലോ പൊടിച്ചെടുത്തത്, അത് ഇനി ഈ അവിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച പൊട്ടുകടലയും നിലങ്കടല, അതുപോലെ തേങ്ങാക്കൊത്ത്, കറിവേപ്പിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ. ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അടിമേലെ മറിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. ഞാൻ ഇങ്ങനെ ക്യാമറ കയ്യിൽ പിടിച്ചിട്ട് ഇത് ഇളക്കുമ്പോൾ ഇതൊരു എയിമില്ല. അപ്പോൾ ഞാൻ ക്യാമറ ഓഫാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിക്കണം കേട്ടോ. ഇത് നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കൂലേ, അവിൽ മിച്ചർ എന്ന് പറഞ്ഞിട്ട് പൊട്ടുകടലൊക്കെ ഉള്ളൊരു മധുരമുള്ള മിച്ചർ, അതാണ് കേട്ടോ സാധനം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. വേഗം നമുക്ക് ഈ കടലയും ഇതൊക്കെ ഒന്ന് വേഗം ഒന്ന് പൊരിച്ചെടുത്താൽ മതി. പിന്നെ അവിലൊന്ന് വറുത്ത് പഞ്ചസാര ഒന്ന് പൊടിച്ചിടുന്ന പണിയില്ലുള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.